ഈ ക്ഷേത്രത്തെപ്പറ്റി ഐതിഹ്യപ്രകാരം വില്ലമംഗലത്ത് സ്വാമിയാരാണ് ക്ഷേത്രത്തിന് സ്ഥാനം നിശ്ചയിച്ചത്. ചെമ്പകശ്ശേരി രാജാവ് ഒരു ദിവസം സ്വാമിയാരുമൊത്ത് വള്ളത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയം കർണാനന്ദകരമായ ഒരു ഓടക്കുഴൽ നാദം കേട്ട് രാജാവ് ചുറ്റുപാടും നോക്കി. എന്നാൽ ആ പ്രദേശത്തെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. ശ്രീകൃഷ്ണൻ്റെ ഓടക്കുഴൽ ഗാനമാണ് കേട്ടതെന്നും അവിടെ ഒരു ക്ഷേത്രം പണിയണമെന്നും സ്വാമിയാർ രാജാവിനെ അറിയിക്കുന്നു. അങ്ങനെ ആ ക്ഷേത്രം അവിടെ പണി ചെയ്യപ്പെട്ടു എന്നാണ് ഒരു ഐതിഹ്യം. അമ്പലപ്പുഴയിൽ പ്രസിദ്ധമായ മറ്റൊരു ഐതിഹ്യമാണ് അമ്പലപ്പുഴയിലെ പ്രതിഷ്ഠ നടത്തിയത് നാറാണത്ത് ഭ്രാന്തനാണെന്ന്. പ്രതിഷ്ഠാ സമയത്ത് അഷ്ടബന്ധം മുറയ്ക്കാതെ തന്ത്രിമാർ വിഷമിച്ചു. അപ്പോൾ ആ വഴി വന്ന നാറാണത്ത് ഭ്രാന്തനോട് അപേക്ഷ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന മീൻ ശ്രീകോവിലിന് പുറത്ത് തൂക്കി വായിലെ മുറുക്കാൻ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനായി തുപ്പിയെന്നും ഐതിഹ്യം പറയുന്നു. അതുകൊണ്ട് താമ്പൂലപ്പുഴ എന്നാണ് മുമ്പ് അമ്പലപ്പുഴ അറിയപ്പെട്ടതെന്നും പിന്നീട് അത് ലോപിച്ച് അമ്പലപ്പുഴയായെന്നും പറയപ്പെടുന്നു. തന്ത്രിമാരെക്കുറിച്ചും ഐതിഹ്യമുണ്ട്. തുടക്കത്തിൽ കടികക്കോൽമനയിലെ തിരുമേനി മാത്രമാണ് തന്ത്രിയായി ഉണ്ടായിരുന്നത്. പ്രതിഷ്ഠിക്കാനായി തയ്യാറാക്കിയ വിഗ്രഹം പ്രതിഷ്ഠായോഗ്യമല്ലെന്ന് പുതുമന തിരുമേനി പറഞ്ഞതിനെ കടികക്കോൽ നമ്പൂതിരി എതിർക്കുകയും തെളിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തെളിയിച്ചാൽ പാതി തന്ത്രം കൊടുക്കാമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഉടനെ വിഗ്രഹം തല്ലിത്തകർത്തു. അപ്പോൾ അതിൽ നിന്നും അഴുക്കുവെള്ളവും തവളയും പുറത്തു ചാടി. പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹം ക്ഷേത്രക്കുളത്തിലുണ്ടെന്ന് പുതുമന പറഞ്ഞതനുസരിച്ച് കടിയക്കോൽ മുങ്ങിയെടുത്ത വിഗ്രഹം പിന്നീട് പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത്. ഇനി ഗുരുവായൂരപ്പനുമായി അമ്പലപ്പുഴ ക്ഷേത്രത്തിന് ഒരു ബന്ധമുണ്ട്. അത് ഇങ്ങനെ. കേരളത്തിലെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രമായ ഗുരുവായൂർ ക്ഷേത്രവും അമ്പലപ്പുഴയും തമ്മിലുള്ള ബന്ധം ഇങ്ങനെയാണ്. ടിപ്പു സുൽത്താൻ ഗുരുവായൂർ ആക്രമിക്കുമോ എന്ന ഭയം തോന്നിയ സമയത്ത് ഗുരുവായൂർ ക്ഷേത്രം ഊരാളനായിരുന്ന മല്ലിശ്ശേരി നമ്പൂതിരിയും തന്ത്രിയും ശാന്തിക്കാരും കഴകക്കാരും എല്ലാം കൂടി ചേർന്ന് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുവന്നു. പഴയ ചെമ്പകശ്ശേരി രാജകൊട്ടാരമായിരുന്ന അമ്പലപ്പുഴ തെക്കേ മഠത്തിൽ പ്രത്യേക ശ്രീകോവിലും തിടപ്പള്ളിയും കിണറും പണി കഴിപ്പിച്ച് ഗുരുവായൂരപ്പനെ അവിടെ കുടിയിരുത്തി. ഇന്നും അമ്പലപ്പുഴയിൽ ആ ശ്രീകോവിലും തിടപ്പള്ളിയും കിണറും എല്ലാമുണ്ട്. ഇവിടെ വിളക്ക് വെപ്പും പൂജയുമുണ്ട്. എന്നാൽ സമീപത്തെ ക്ഷേത്രങ്ങൾ പലതും തകർത്തിട്ടും ടിപ്പുവിന് ഗുരുവായൂർ ക്ഷേത്രം മാത്രം തകർക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് ഗുരുവായൂരേക്ക് വിഗ്രഹം മടക്കിക്കൊണ്ടുപോയി. ഇന്നും അമ്പലപ്പുഴയിൽ പാൽപ്പായസം എഴുന്നള്ളിക്കുമ്പോൾ വടക്കേ നടയിൽ ഒരു ശ്രീകൃഷ്ണ പരുന്ത് വട്ടമിട്ട് പറക്കുന്നത് കാണാം. അത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യമായി ഭക്തർ വിശ്വസിക്കുന്നു. തന്മൂലം ഗുരുവായൂരിൽ ഉച്ചപൂജ കഴിഞ്ഞ ഉടൻ നടയടക്കുകയും ചെയ്യുന്നു. ഇനിയും ക്ഷേത്രത്തിൻ്റെ മതിൽക്കകം ചുറ്റി നടക്കുമ്പോൾ നമുക്ക് ഒരു കളിത്തട്ട് കാണാനാകും. അവിടെ ഒരു മിഴാവുണ്ട്. കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവാണത്. ഇന്നും അത് സൂക്ഷിക്കപ്പെടുന്നു. ഇതിനടുത്ത് തന്നെ ഒരു ആൽത്തറയുണ്ട്. ഈ ആൽത്തറയുടെ പ്രത്യേകത എന്തെന്നാൽ മാവും ആലും ഒന്നിച്ചു ചേർന്ന് ഒറ്റ മരമായി വളർന്നു നിൽക്കുന്നു. ആൽമരമെന്ന് പറയാം. ഇനിയും ഏറെ വിശേഷങ്ങളുണ്ട്. ഒരു കെട്ടാരക്കെട്ടിൻ്റെ മതിലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് പാൽപ്പായസത്തിൻ്റെ മധുരത്തോടൊപ്പം അനവധി കാഴ്ചകളും കണ്ടുമടങ്ങാം. ഒപ്പം കണ്ണനെ കണ്ണിറയെ കാണുകയുമാകാം.